to India's first live animated tuition. Hi. Good evening. എന്താ ഒരു ചിരിയൊന്നും ഇല്ലാതെ കുറെ പേര് ഹായ് ഹായ് ചിരിക്കുന്നുണ്ട്, കുറെ പേര് ഭയങ്കര വിഷാദത്തിലാണ്. എന്തു പറ്റി? ഇഷാനെ ഒന്ന് ചിരിക്ക്. ഇഷാനെ ഭയങ്കര ഇങ്ങനെ ഇരിക്കണ എന്താണ്? യെസ് ദേവനന്ദ, എല്ലാരും യെസ്. രേഷ്മ മിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാരും ക്യാമറ ഓൺ ആക്കിയിരിക്കുക. യെസ്. Okay. Good evening. Hi Kane. Hi. എല്ലാവർക്കും ടീച്ചർ ഗുഡ്. ആദിത്യ ഗുഡ് ഈവനിങ്. യെസ്. വൈഗ ഏറ്റവും 6:15 ആയപ്പോഴേക്കും വൈഗ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ആദ്യം ടീച്ചർക്ക് ഒരു നമസ്തേ തന്നു, പിന്നെ ഒരു ഗുഡ് ഈവനിങ് തന്നു. ഓക്കെ. അതുപോലെ ലിഡിയ, അങ്ങനെ കുറെ പേര് നേരത്തെ വന്നിരുന്ന് എന്താ ക്ലാസ്സസ് റെഡി ആവാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആരോൺ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹിന്ദി. കബ്സെ എന്താ സബ്സെ മോന്ന് അയച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറെ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിന് ഹിന്ദിയിൽ പറയാം കബ്സെ വെയിറ്റ് കർ രഹി ഹു. എത്ര നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് സോറി ഫോർ ദ മണ്ടൻ ഹിന്ദി എന്ന് വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ ട്രൈ ചെയ്തല്ലോ, അത് വലിയ കാര്യം. തെറ്റിയാലും പ്രോബ്ലം ഇല്ല. അതിനു വേണ്ടി ഒരു ട്രൈ മോൻ നടത്തിയല്ലോ, അതിന്റെ വലിയ നല്ല കാര്യം. ഓക്കെ. ഇവിടെ കുറെ കൂടര മഴ. അമ്പോ നല്ല മഴ, നല്ല മഴക്കാലം തുടങ്ങിയില്ലേ? ഞങ്ങളുടെ ഇവിടെ നാട്ടിലും നല്ല മഴയാണ്. കറണ്ട് പോക്കും വരവൊക്കെയാണ്. യെസ്. ഓക്കെ. ഹായ് ഹായ് എല്ലാവർക്കും ടീച്ചർ ഹായ്. ഗുഡ് ഈവനിങ് മെർലിൻ, സമീറ മിസ്. കാല് പൊട്ടീന മിസ്, എന്റെ കാൽ പൊട്ടിയാ എന്ത് പറ്റി സമീറ? വാട്ട് ഹാപ്പൻ? നന്ദഗോപൻ ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. ഓക്കെ. യെസ്. അദ്വൈത് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ടീച്ചർ ഗുഡ് ഈവനിങ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? അതിനു മുമ്പ് എന്റെ ഫസ്റ്റ് ക്ലാസ് കയറുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ പ്ലീസ്. നന്ദഗോപ. ആരോണേ? വേണ്ട ആരോടെ. ആരോൺ എന്റെ ഫസ്റ്റ് ക്ലാസ് അല്ല, എനിക്ക് അറിഞ്ഞൂടെ? ഓക്കെ. ഇതാ പിന്നെ ആരാണ് സർ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്? പ്രാർത്ഥന അല്ല സർ? ഏറ്റവും യെസ് പ്രാർത്ഥന. ദെൻ കുറെ പേരുണ്ട്. ഓക്കെ. പ്രാർത്ഥന നമുക്ക് വിളിക്കാം. ഹായ് പ്രാർത്ഥന. ഹായ് പ്രാർത്ഥന. ഹായ് ഗുഡ് ഈവനിങ്. പ്രാർത്ഥന കുട്ടിയുടെ എന്റെ ഹിന്ദിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? ഹിന്ദി ഇഷ്ടമാണോ മോള്? ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രശ്നം ഇഷ്ടമാണോന്ന് വെച്ചാൽ നമുക്കത് എങ്ങനെയാണ് ഹിന്ദിയോടുള്ള ആ ഒരു ഇതെന്ന് അറിയാൻ വേണ്ടിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല മാർക്സ് ഉണ്ടായിരുന്നോ ഹിന്ദിക്ക്? ഈ വർഷം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഓക്കെ. യെസ്. അപ്പൊ പ്രാർത്ഥന കുട്ടി, നമ്മൾ കഴിഞ്ഞപ്പോ ഒരു 5-6 ക്ലാസ് നമ്മൾ ഓൾറെഡി ബേസിക് ക്ലാസ് അപ്പൊ പോകുന്നത്. ഇന്ന് നമ്മുടെ ബേസിക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മള് ശരിക്കും നമ്മുടെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യും, ചാപ്റ്റർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്ന് ബേസിക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പൊ രേഷ്മ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള അക്ഷരമാല, ഈ സിമ്പിൾസ്, വേർഡ്സ് ഫോം ചെയ്യുന്നത്, ഡയറിയുടെ ഫോമാറ്റ്, അതുപോലെ പോസ്റ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇന്നും ടീച്ചർ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബേസിക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് വീക്കിലെ ക്ലാസ് തൊട്ട് നമ്മൾ നോർമൽ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ സ്കൂള് ഓപ്പൺ ആവാറായല്ലോ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ മോള് എന്ത് ചെയ്യാ? ക്ലാസ് ടീച്ചറിൽ നിന്ന് ഇത് ക്ലാസ് ലിങ്ക് വാങ്ങിച്ചൊന്ന് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ മോളു? പ്രാർത്ഥന. ഓക്കെ. വെൽക്കം ടു. യെസ്. അപ്പോ അടുത്ത ആരാണ് സർ? റയാൻ റോണി. യെസ് റയാൻ. Good morning, miss. Good morning. Good evening. Good evening. Good morning. Problem ഒന്നുമില്ല. ബിക്കോസ് നമ്മൾ ഒരാളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സേ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അങ്ങനെയും പറയുന്നുണ്ട്. സോ അത് തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ. യെസ്. റയാനെ എന്താണ്, സുഖാണോ? റയാൻ ഹിന്ദി ഇഷ്ടാണോ? ഇഷ്ടാണ്. അപ്പൊ ഇഷ്ടാണ്, എനിക്ക് ഹിന്ദി ഇഷ്ടാന്ന് കേൾക്കുമ്പോ നല്ല സന്തോഷം. കാരണം വേഗം സെറ്റായി പോവാലോ. ഓക്കെ. നമുക്ക് വേഗം അങ്ങനെ
കറക്റ്റായി പോവാലോ എന്ന് വെച്ചിട്ടാ. ഓക്കെ, അപ്പൊ അക്ഷരമാലയൊക്കെ സെറ്റ് അല്ലേ? അക്ഷരമാലകളും എല്ലാം സെറ്റ് ആണല്ലോ. ഏത് അക്ഷരം ചോദിച്ചാലും മോനെ എഴുതാൻ അറിയാം. ഏത് വേർഡ് ഇവിടെ എഴുതിയാലും നമുക്ക് വായിക്കാനൊക്കെ കിട്ടുമല്ലോ അല്ലെ? ആണ്. ഓക്കെ, അപ്പൊ നല്ല കാര്യം. അപ്പൊ മോനെ ഇപ്പൊ ഞാൻ പ്രാർത്ഥനയോട് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുറച്ച് ക്ലാസ്സസ് നമ്മുടെ ബേസിക് ക്ലാസ് ആണ് പോകുന്നത്. അതിൽ ഹിന്ദി കുറച്ചും കൂടി പഠിക്കാൻ എന്താ അതിൽ ഹിന്ദിയിൽ പഠിക്കാനുള്ളത് നമുക്ക്? സ്വരാക്ഷരങ്ങള്. ഓക്കെ, അപ്പൊ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ മാത്രകളും നൗൺ, പ്രോനൗൺ, ഡയറിയുടെ ഫോർമാറ്റ്, അതുപോലെ പോസ്റ്ററിന്റെ ഫോർമാറ്റ്, അതായത് നമുക്ക് ഈ വർഷം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ കുറച്ച് ക്ലാസ്സസ് ആയിട്ട് പോയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പൊ അതിന്റെ ക്ലാസ് ലിങ്ക് മോൻ രേഷ്മ മിസ്സിന്റെ ഒന്ന് വാങ്ങിക്കാം, രേഷ്മ മിസ്സിന്റെ ഒന്ന് വാങ്ങിച്ച് കാണാം. ഓക്കെ മോനോ? എന്നിട്ട് മോൻ എന്ത് ചെയ്യാ, ഡൗട്ട്സ് അപ്പൊ ഡൗട്ട് കാണുമ്പോ തന്നെ ഡൗട്ട് വരുന്നതൊക്കെ നോക്കി പോവാം, നോട്ട് ചെയ്ത് പോവാം. എന്നിട്ട് രേഷ്മ മിസ്സിനോട് ഒന്ന് മെസ്സേജ് ചെയ്യാം, ഈ ഡൗട്ട്സ് ഉണ്ട് എനിക്ക്, ഒന്ന് സൂര്യ മിസ്സിനോട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പൊ ടീച്ചർ അത് ക്ലിയർ ചെയ്തു, ഒന്നല്ലെങ്കിൽ അടുത്ത അപ്പൊ തന്നെ ക്ലിയർ ചെയ്തെങ്കിൽ നെക്സ്റ്റ് സെഷനിലായാലും ടീച്ചർ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, പേടിക്കേണ്ട. ഓക്കെ വെൽക്കം. യെസ്, അപ്പൊ രണ്ടുപേരും ഉണ്ടായല്ലോ. ബാക്കി എല്ലാവരും എനിക്ക് ഫീവർ ആണെന്ന് പറയുന്നത് നാൻമരി അച്ചോ. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഹിന്ദിയാണ്. ഓക്കെ, മെർലിൻ എല്ലാ നമ്മൾ എടുത്തിരിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബാക്കി നമ്മുടെ ബാക്കി എല്ലാവരും ഹാൻഡ് ഡൗൺ ചെയ്തു തോന്നുന്നു സർ. പുതിയ കുട്ടികള് കുറച്ച് പേരുണ്ടായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തവര്. ഓക്കെ, സോ എല്ലാവരും ടീച്ചർ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഇത്രയും ദിവസമായിട്ട് നമ്മൾ എടുത്തത് എന്താ കാര്യങ്ങളൊക്കെ ആയിരുന്നു? അക്ഷരമാല പഠിപ്പിച്ചു ടീച്ചർ അല്ലെ? സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള് ഓർക്കുന്നുണ്ടോ? സ്വരാക്ഷരങ്ങൾ ഇ ഉ ഋ എ ഐ ഒ ഔ അം അഹ് ഇത്രയും സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ദെൻ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെയാ? ക ഖ ഗ ഘ ങ ഛ ഛ ജ ഛ ഞ ട ഠ ഠ ഠ ണ ത ഥ ദ ധ ന. എന്റെ കൂടെ പറഞ്ഞേ, എല്ലാരും വായിച്ചേ. ഓക്കെ, അതെന്നിട്ട് എന്താ? പ ഫ ബ ഭ മ യ ര ല വ ശ. പിന്നെ അതിന് താഴെയുള്ളത് എന്റെ പേര് മാറ്റണം. ഓക്കെ, അതിന് പകരം കുഴപ്പമില്ല, ഞാൻ ഇവിടെ എഴുതാം. എന്താ? ഷ സ ഹ ക്ഷ ത്ര ഗ്യ. ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളാണ് നമുക്ക് 46 ടോട്ടൽ 46 കോൺസണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പഠിച്ചത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? പേടിക്കണ്ട കേട്ടോ. അതായത് കഴിഞ്ഞ ഈ ക്ലാസ്സിൽ മിസ്സായവർ പേടിക്കണ്ട. ഇതിന്റെ ക്ലാസ് ലിങ്ക് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർ ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, സോ പേടിക്കേണ്ട. ഞാൻ എടുത്ത കാര്യം ഒന്ന് ജസ്റ്റ് വേഗം റിവൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു മാത്രം. കാരണം നമ്മൾ ബേസിക്കിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നെ എന്താ ടീച്ചർ പഠിപ്പിച്ചത്? ചിഹ്നങ്ങൾ പഠിപ്പിച്ചു അല്ലെ? എന്താ ചിഹ്നങ്ങളായിട്ട് മാറിയിരിക്കുന്നത്? ഏത് അക്ഷരമാലയിലെ ഏത് ഗ്രൂപ്പാണ് ചിഹ്നങ്ങളായിട്ട് ഡൈവേർട്ട് ആയിരിക്കുന്നത്? യെസ് അൽസ, കറക്റ്റ് ആണ് സർ. നമുക്ക് ഒരാളോട് ചോദിക്കാൻ പറ്റുമോ സർ? മിസ്സിന് ജലദോഷം ഉണ്ടോ? ഉണ്ട്. ജലദോഷം, ചുമ, തൊണ്ടവേദന ഒക്കെ ഉണ്ട്. ചോദിച്ചപ്പോ തന്നെ ചുമ തുടങ്ങി. ഈ സാറോട് ചോദിക്കാം സർ. ഓക്കെ, ആരോൺ രണ്ട് കൈയും പൊക്കി. ഓക്കെ, ആരോണെ കമോൺ, എല്ലാവർക്കും നല്ല ഉറക്കെ പറഞ്ഞു കൊടുത്തേ. ഈ ചിഹ്നങ്ങൾ ഉണ്ടല്ലോ, ചിഹ്നങ്ങൾ നമ്മള് ഹിന്ദിയിൽ എന്ത് പേരാ പറയാ? ഞാൻ മറന്നുപോയി. എന്താ പേര്? എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. മാത്രായം. കേട്ടോ, എല്ലാരും കേട്ടോ? നമ്മൾ ഹിന്ദിയിലെ ചിഹ്നങ്ങൾക്ക് പറയുന്ന പേരാണ് മാത്രായം അല്ലേ? വെരി ഗുഡ് ആരോനെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ആൾക്ക്. വെരി ഗുഡ് ആരോൺ, വെരി ഗുഡ് സെറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വേറെ ആർക്ക് കൊടുക്കാം സർ? ഓക്കെ, വൈഗ കുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിച്ചു, ഈ സിമ്പിൾസ് ഉണ്ടല്ലോ, ഈ മാത്രകള് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? സ്വരാക്ഷരങ്ങളിൽ നിന്നാണോ ഡൈവേർട്ട് ചെയ്തുണ്ടായിരിക്കുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നാണോ ഉണ്ടായിരിക്കുന്നത്?
ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ആ ഈ സിമ്പിൾസ് ഉണ്ടല്ലോ മോളെ, എന്താ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഈ ചിഹ്നങ്ങള് ഈ അക്ഷരമാലയുടെ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? സ്വരാക്ഷരങ്ങളിൽ നിന്നാണോ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നുമാണോ? സ്വരാക്ഷരങ്ങളിൽ നിന്ന്. അതെന്താ പറയാൻ കാരണം അങ്ങനെ? ചിഹ്നങ്ങളൊക്കെ എന്തൊക്കെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ച? ഓടെ ചിഹ്നം പഠിച്ചു, ഈടെ ചിഹ്നം പഠിച്ചു, ഊടെ ചിഹ്നം പഠിച്ചു, ഊന്റെ ചിഹ്നം പഠിച്ചു അല്ലെ? ഇതൊക്കെ എന്തക്ഷരങ്ങളായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നേ? എന്തായിട്ട് പഠിച്ചിരിക്കുന്നത്? മോളിപ്പോ പറഞ്ഞു തന്നെ സ്വരാക്ഷരങ്ങളിലല്ലേ നമ്മൾ അതൊക്കെ പഠിച്ചത്. ആടെ ചിഹ്നം ആ, ഈ. സോ എന്താ ചിഹ്നങ്ങൾ എവിടെ നിന്നുണ്ടായിരിക്കുന്നത്? ഈ സ്വരങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ മൈക്കുട്ടി? യെസ്, വെരി ഗുഡ്. ആരാ നോട്ട് ചോദിച്ചിരിക്കുന്നത്? സ്വരാക്ഷരം ഒന്നും കൂടി കാണിക്കാമോ? ഇഷല് ചോദിച്ചിരിക്കും. സ്വരാക്ഷരങ്ങൾ ഇതാണ് കണ്ടോ. ഈ സ്വരാക്ഷരങ്ങളിൽ നിന്നാണ് എന്ത് ഉണ്ടായിരിക്കുന്നത്? ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് താഴെ ചിഹ്നങ്ങൾ എഴുതി കാണിച്ചു തരാം. ആക്ക് ചിഹ്നമില്ല. ആ എന്ന സ്വരാക്ഷരത്തിന് ചിഹ്നമില്ല. കാരണം എന്താ? ഈ ആ എന്ന അക്ഷരം എല്ലാ വ്യഞ്ജനാക്ഷരത്തിനും കൂടെയുള്ളതാണ്. സോ അതിന് ചിഹ്നമില്ല. ഇതിന്റെ ചിഹ്നം എന്തായിരുന്നു? ദാ ഇതുപോലെ ടി പോലെയുള്ളത് അല്ലെ? ഒരു അക്ഷരത്തിന്റെ കൂടെ ഇതുപോലെ തന്നെ വരയ്ക്കുന്നതാണ് എന്ത് പറയുന്നത്? ആടെ ചിഹ്നം. നെക്സ്റ്റ് ഈടെ ചിഹ്നം എങ്ങനെയായിരുന്നു? ഒരു കൊടക്കമ്പി അല്ലെ? കൊടക്കമ്പി പോലെ ലെഫ്റ്റിലേക്ക് ഇടുന്നതായിരുന്നു ഈടെ ചിഹ്നം അല്ലെ? കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ഞാൻ എഴുതുന്നത്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അടുത്ത സിമ്പിൾ ഈടെ ചിഹ്നം എങ്ങനെയായിരുന്നു? വലത്തോട്ടേക്ക് വള്ളിയിടുന്നത്. ചെറിയ ഈടെ ചിഹ്നം ഇടത്തോട്ടേക്കാണെങ്കിൽ വലിയ ഈടെ ചിഹ്നം റൈറ്റിലേക്ക് ഇടുന്നതായിരുന്നു. ഓക്കെ. എങ്ങനെ വരും? അക്ഷരങ്ങളുടെ കൂടെ ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ ന എന്ന അക്ഷരം എടുത്തു, ന എന്ന വ്യഞ്ജനാക്ഷരം എടുത്തു. നാടെ കൂടെ എന്താ? ആടെ ചിഹ്നം ചേരുമ്പോ നാ ആയി. പിന്നെ ചെറിയ ഈടെ ചിഹ്നം എങ്ങനെയാ? ഇങ്ങനെ എഴുതുമ്പോ എങ്ങനെയാ? നീ. ഓക്കെ. ഇനി ഈ ഈയുടെ ചിഹ്നം വരണ എങ്ങനെയാ? നാ ഇട്ടിട്ട് റൈറ്റിലേക്ക് വള്ളി വരുമ്പോഴാണ് നീ ആകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ച കാര്യമാണ് ഒന്നും കൂടി ടീച്ചർ റിവൈസ് ചെയ്യിക്കുന്നതാണ്. അതിന് കൂടെ ഞാൻ ആക്ടിവിറ്റീസ് ഇട്ടിട്ടുണ്ട്. അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ടീച്ചർ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ. അടുത്തത് എന്താ? ഈ കഴിഞ്ഞ നെക്സ്റ്റ് ഊന്റെ ചിഹ്നം എങ്ങനെയായിരുന്നു? ഒരു അക്ഷരത്തിന് താഴെ ഇങ്ങനെ ഒരു കുനിപ്പ് ഇടുന്നതായിരുന്നു ഊടെ ചിഹ്നം. ഓർക്കുന്നുണ്ടോ ഊടെ ചിഹ്നം? യെസ്. ഇനി വലിയ ഊന്റെ ചിഹ്നം എങ്ങനെയായിരുന്നു? നമ്മുടെ 6 തിരിച്ചിടുന്ന പോലെ, 6 എന്ന് പറഞ്ഞ നമ്പർ തിരിച്ചിടുന്ന പോലെയായിരുന്നു ഊടെ ചിഹ്നം വരുന്നത്. ഇവിടെ ടീച്ചർ നാടെ കൂടെ എഴുതി കാണിച്ചു തരാം എങ്ങനെ വരുന്ന. നോക്കൂ, നാടെ കൂടെ ചെറിയ ഊന്റെ ചിഹ്നം എങ്ങനെ? നാടെ അടിയിൽ ഇതുപോലെ വരും. ഇനി ഊന്റെ ചിഹ്നം വരുമ്പോ എങ്ങനെയാ? നാ എഴുതിയിട്ട് അടിയിൽ ഇതുപോലെ 6 പോലെ കണ്ടോ ഇങ്ങനെ വരച്ചു. അതാണ് ഊ. നൂന്ന് വായിക്കും. മലയാളം എഴുതി കാണിക്കണോ? നാ. ഇത് നീ, ഇത് നീ, ഇത് നു. ഇതെങ്ങനെ വരും? നൂ. മനസ്സിലാവണുണ്ടോ? ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാളം കൂടി കാണിച്ചത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ആരാധ്യ ക്ലിയർ ആവണില്ലേ? ആരാധ്യ അല്ലേ ഇത് സർ? ഏറ്റവും ഫസ്റ്റ് ഒരു കുട്ടി ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ആരാധ്യ എന്താ ആരാധ്യ? എഴുതിക്കോളും. എഴുതിയെടുക്കാതെ ഓൾറെഡി നമ്മളിത് പഠിച്ചു പോയ കാര്യങ്ങളാണ്. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. ഓക്കെ. എഴുതിയവർ റിവൈസ് ചെയ്യണമെന്നില്ല, എഴുതാത്തവർ എഴുതി പോക്കോളൂ. ഓക്കെ മോളൂ? ആരാധ്യയുടെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ എഴുതിയെടുത്തോളൂ. യെസ്. ഇനി അടുത്തത് എന്താ? ഏടെ ചിഹ്നം. ഏടെ ചിഹ്നം എങ്ങനെയാ വരാ? ഒരു അക്ഷരത്തിന്റെ മുകളിൽ ഇതുപോലെ ലൈൻ ഇടുന്നതാണ് ഏടെ ചിഹ്നം വരുന്നത്. ഓക്കെ. സ്റ്റിച്ച് ഇട്ടു ആരുഷിന്റെ കയ്യില്. അതെന്ത് പറ്റിയിടാ? സ്റ്റിച്ച് ഇടാൻ പാകത്തിന് എന്ത് പരിപാടി പൊപ്പിച്ചു കൈമ? ഒന്ന് ചാറ്റില് പറയോ? ഏ കഴിഞ്ഞ അടുത്ത ചിഹ്നം, അടുത്ത അക്ഷരം എന്താ? ഐ ആണ്. ഐയുടെ ചിഹ്നം എങ്ങനെയാ? 2 ലൈൻ വരയ്ക്കണം.
ഒരു അക്ഷരത്തിന്റെ മുകളിൽ കൂടെ 2 ലൈൻ വരയ്ക്കുമ്പോഴാണ് ഐയുടെ ചിഹ്നം വരുന്നത്. അത് കഴിഞ്ഞാൽ നോർമലി എന്താ ഓടെ ചിഹ്നം. ഓക്കെ അരുണി ബാല, ഓക്കെ. അടുത്ത ചിഹ്നം നോക്കിയേ, ഓടെ ചിഹ്നം. ഇത് ഓ എന്ന അക്ഷരമാണ് അല്ലെ, ഓ എന്ന സ്വരാക്ഷരം. അതിന്റെ കൂടെ എങ്ങനെ വരും? ദാ ഇങ്ങനെ വരും. ദി ഓടെ പോലെ തന്നെ ഒരു അക്ഷരത്തിന്റെ മുകളിൽ കൂടെ നമ്മൾ 1 വരച്ചിട്ട് മുകളിൽ കൂടെ ലൈൻ വരയ്ക്കുമ്പോഴാണ് ഓടെ ചിഹ്നം. നമ്മുടെ ടീച്ചർ നാടെ കൂടെ എഴുതി കാണിച്ചു തരാം. എങ്ങനെയാ? ന്റെ ചിഹ്നം പറഞ്ഞില്ല അല്ലെ ടീച്ചർ? നാട് അടിയിലതാ ഇങ്ങനെ ഒരു ചെറിയ സി വരയ്ക്കുമ്പോഴാണ് നൃ എന്നാവുന്നത്. കണ്ടോ? ഇങ്ങനെ നൃ എന്ന് വായിക്കാം. അത് കഴിഞ്ഞാൽ നാടെ മുകളില് ഏടെ ചിഹ്നം എങ്ങനെ വരും? ദാ ഇങ്ങനെ നേ. കണ്ടോ? ദാ ഇതുപോലെ നേ എന്ന് വായിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലായോ? യെസ്. ഇനി അടുത്തത് നേ കഴിഞ്ഞ അടുത്ത ടീച്ചർ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. നാടെ കൂടെ മുകളിൽ 2 ലൈൻ വരുമ്പോഴാണ് എങ്ങനെയാവുന്നത്? നൈ എന്ന് അയക്കാം. നൈ. കണ്ടോ? ഇതുപോലെ നൈ. നൈ കഴിഞ്ഞ അടുത്തത് ഓടെ ചിഹ്നം ചേർക്കുമ്പോ എങ്ങനെ വരും? ദാ ഓ, നോ. മനസ്സിലാവുന്നുണ്ടോ? നോ. നാ എഴുതി ഒരു 1 ഇട്ടു, 1ന്റെ മുകളിൽ കൂടെ ലൈൻ വരയ്ക്കുന്നതാണ് ഓടെ ചിഹ്നം. അപ്പൊ നോ എന്നത് പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം അടുത്തത് എന്താ? ദാ ഔടെ ചിഹ്നം. ഔ എങ്ങനെ വരും? ഇതുപോലെ തന്നെ നോ എഴുതിയിട്ട് മുകളില് 2 ലൈൻ. അതാണ് നൗ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും അക്ഷരങ്ങൾ, ഇത്രയും ചിഹ്നങ്ങളാണ് നമ്മൾ നോർമലി ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ നം, ഈ അഹ യൂസ് ചെയ്യും, പക്ഷെ കൂടുതൽ സാൻസ്ക്രിറ്റിലാണ്. ദാ നം നോക്കി, നാടെ മുകളിൽ ഒരു കുത്ത് വരും, നം. അങ്ങനെ. അതുപോലെ നഹ, നാട് അറ്റത്ത് 2 കുത്ത് വരുമ്പോ നഹ. ഇങ്ങനെയാണ് ഈ ചിഹ്നങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ആരുടെ കൂടെ ആഡ് ചെയ്യാം? ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് ആഡ് ചെയ്യുക. ഈ ചിഹ്നങ്ങളെല്ലാം, ഈ സ്വരാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങളോട് കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ ചിഹ്നങ്ങൾ ചേർക്കാന്ന് പറയുന്നത്. ഓക്കെ, ആരോൺ സർ ഒരു ഡൗട്ട് പറയാം. മിസ് എറിന്റെ സിമ്പിൾ ഇതാ നാട അടിയില്. ഇവിടെ ഈ കാണുന്നത് എയുടെ സിമ്പിൾ അല്ലേ? ഒരു മോളിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുന്നത്. ഇല്ല, ഹിന്ദിയിൽ എ കഴിഞ്ഞ ഐ അല്ലേ? എ ഐ ഒ ഔ. മലയാളത്തിലാണ് എ കഴിഞ്ഞ എ, അതുപോലെ ഓ കഴിഞ്ഞ ഓ ഉള്ളത്. ഹിന്ദിയിൽ അതില്ല. ഓക്കെ, യെസ്. ഇവിടെ ടീച്ചർ എഴുതിയേക്കുന്നത് ഇത് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ വലുതാക്കി എഴുതി കാണിച്ചു തരാം. ഞാൻ അത് ഒരുമിച്ച് ഇതിൽ വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയത്. ഇതാ നാ എഴുതി, ഇവിടെ ഒരു 1 വരച്ചു, മുകളില് ലൈൻ വരയ്ക്കുമ്പോഴാണ് നോ എന്ന് വായിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇനി കെയിൻ എന്താ ഡൗട്ട്? കെയിന് ഓ, എല്ലാവർക്കും ഞാൻ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ കെയിൻ ഒന്ന് റീജോയിൻ ചെയ്തോ കെയിനെ. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ ഹിന്ദിയിൽ. നമ്മള് ഇത് ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ട് ടീച്ചർ, ആ ക്ലാസ് ഒന്ന് കാണാം. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നിങ്ങൾ റെഡി ആയിട്ടിരുന്നോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻമേ വ്യഞ്ജൻ ക്യാ ഹൈ? ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ആ, ഉ, ഘ, ഇ. ഓക്കെ, അപ്പൊ ഇതില് നൈഫ് കൊണ്ടാണ് മുറിഞ്ഞത് അല്ലെ? അച്ചൂടാ. അപ്പൊ ആരുഷ് നൈഫ് കൊണ്ട് എന്ത് പണിയാ? മാങ്ങ വെച്ചെത്തിയോ? അങ്ങനെ എന്തോ പണി ചെയ്തിട്ടായിരിക്കണല്ലോ. ഓക്കെ സർ, ഒരാളോട് ചോദിക്കാം നമുക്ക്. ആൻസർ ടെൻഷൻ ആവണ്ട കേട്ടോ ആരുഷേ, ഡോക്ടറൊക്കെ കണ്ടോളൂ.
ഓക്കെ, ആരോട് ചോദിക്കാം സർ? ഇഷൽ. ഇഷ, ഇഷൽ, ഇഷൽ. इशल. ओके इशल. इशल which one is the answer? इसमें इनमें व्यंजन कौन है? ആ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൽ വ്യഞ്ജനാക്ഷരം ഏതാണ്? ഇശൽ അൺമ്യൂട്ട് ആണോ സർ? ഇശലെ ആ ആണോ ഊ ആണോ? ആ ഇശൽ ഒന്ന് ഹെഡ്സെറ്റ് മാറ്റിയിട്ട് പറയോ മോളെ? ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ഊരിയിട്ട് മീൻസ് ഡിസ്കണക്ട് ചെയ്തിട്ട് പറയൂ. അതിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കൂ. ഇഷല്ലേ, ഇത് ഏതാണ്? ആ ഓക്കെ, പറഞ്ഞോളൂ. സി. വെരി ഗുഡ്. ദിസ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഖയാണല്ലേ അത്? ഒന്ന് പറഞ്ഞേ, ഏത് ലെറ്റർ അത്? ഇഖ. ക ഖ. റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ് സർ. ഇത് സർ ഇത് വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ വെയിറ്റിംഗ് ആണ്, പേടിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻമേ പോയി 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 ഞാൻ അടുത്ത് കേട്ടോ ഇവിടെ സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻമേ സ്വര ക്യാ ഹെ? ഈ തന്നിരിക്കുന്ന 4 ലെറ്റേഴ്സിൽ ഏതാണ് സ്വരം? സ്വരാക്ഷരം ഏതാണ്? ഏതായിരിക്കും? അയ്യോ അല്ല ഇല്ല, ഇശലല്ല, വേറെ ആൾക്ക് അവസരം കൊടുക്കാം. ഇശലിന് കിട്ടുമെന്ന് പറയാ. വേറെ ആർക്ക് സർ അവസരം കൊടുക്കാം? ഋതു. യെസ് ഋതു, കം ഓൺ. വിച്ച് ഇസ് ദ ആൻസർ? ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ആ ലെറ്റർ കൂടി വായിക്കൂ. ഇ അല്ലേ? ഇ. ഓക്കെ, വെരി ഗുഡ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ക പ്ലസ് ഇ, അത് ഏതായിരിക്കും? അതിൽ ഏത് ചിഹ്നമായിരിക്കും? ടീച്ചർ ചിഹ്നം പഠിപ്പിച്ചു. അതിൽ ഏത് ചിഹ്നമായിരിക്കും വരാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആര് പറയും? ഒരുപാട് ഹാൻഡ് റൈസുകൾ ഉണ്ട്. സാറിന് ഞാൻ വിട്ടുകൊടുത്തേക്കാണ്. സാറ് ഓക്കെ. പയസ്. ഓക്കെ, പയസ്. ഏതാണ് കറക്റ്റ് ആൻസർ മോനെ? കേക്കണില്ലല്ലോ. ഓപ്ഷൻ എ. ഞാൻ ലിപ് മൂവ്മെന്റ് വെച്ചിട്ടാ മനസ്സിലാക്കിയ. ഓപ്ഷൻ എ. നിങ്ങൾ എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ? ഇത് തന്നെയാണോ? ആണോ? യെസ്, വെരി ഗുഡ്. എ ആണല്ലേ? കി പ്ലസ് ഇ. റൈറ്റിലേക്ക് വരുമ്പോഴാണ് ഇയുടെ ചിഹ്നം വരുന്നത്. ലെഫ്റ്റിലേക്കാണെങ്കിൽ ചെറിയ ഇയുടെ ചിഹ്നം ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ് പയസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഹാനി ഹിന്ദി മേ कैसे लिख सकते हैं? ഈ കഹാനി എന്ന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ വേർഡ് എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുന്നത്? ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണോ, സെക്കൻഡ് വൺ ആണോ, തേർഡ് വൺ ആണോ, ആൻഡ് ഫോർത്ത് വൺ ആണോ? ആരോട് ചോദിക്കാം സർ? അനു. ഓക്കെ അനു, കം ഓൺ. എ ആണോ? എ ആണോ? ഒന്നും കൂടി നോക്കിയേ, എ ആണോന്ന്. ആ ചിഹ്നങ്ങള്, നാ കഴിഞ്ഞിട്ടുള്ള ചിഹ്നവും എല്ലാം നോക്കണം. ആ സി. അതാണ് പെട്ടെന്ന് നമുക്ക് എ ആണെന്ന് തോന്നുമെങ്കിലും എ അല്ല ആൻസർ അല്ലെ, സി ആണ്. കാരണം ഈയുടെ ചിഹ്നം വരുന്നത് ഏതാ? വലിയ ഈയുടെ ചിഹ്നം വരേണ്ടത് അല്ലെ. ഓക്കെ, സോ ദിസ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഞാൻ തരാണ്. ദാ ഇവിടെ നിങ്ങൾ ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ട് അക്ഷരങ്ങള്? നോക്കേ, ഇവിടെ റൗണ്ടില് ടീച്ചർ കുറെ വേർഡ്സ്, ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അത്? ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ലെറ്റേഴ്സ് ചേർത്ത് ഓരോ വേർഡ്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മീനിങ്ങും പറയണം. അങ്ങനെ പറയാൻ ട്രൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ. ആ റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ലെറ്റർ ഏതാ? ആരെ വിളിക്കാൻ? സനൂഫ. സനൂഫ. ആ, ഗുഡ് ഈവനിങ്. ആ ഫസ്റ്റ് ലെറ്റർ ചേർത്തിട്ട് ഈ ലൈൻ ചേർത്തിട്ട് ആ വേർഡ് ഒന്ന് പറഞ്ഞ മോളെ.
ജൽ ജൽ. ഓക്കെ, ജൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെള്ളം. വെള്ളം, വാട്ടർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വേർഡ് സർ. ട്രങ്ക്. അടുത്ത ഒരാൾക്ക് സർ ഇവിടെ ഇരുന്നോളൂ. മയൂഖ. മയൂഖ. നെക്സ്റ്റ് വേർഡ് ലെറ്റർ എന്ന് പറഞ്ഞേ. എന്താ മോളെ? ഫൽ. കായാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മോളെ. ക. ക പ്ലസ് ല എന്താണ്? കൽ. കൽ. കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? അറിയില്ല. അറിയുന്ന ഓക്കെ, കുഴപ്പമില്ല. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ മയൂഖ? യെസ് സർ. വേറെ വിളിക്കാം. നന്ദഗോപൻ. ഓക്കെ, നന്ദഗോപൻ പറയൂ നന്ദഗോപ. കല്ല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാളെ. നാളെ. ഓക്കെ, വി ഹാവ് ടു മീനിങ്സ് ഫോർ കൽ. കല്ലിന് നമ്മൾ നാളെ എന്നും പറയും, യെസ്റ്റർഡേ എന്നും പറയും കേട്ടോ. ഓക്കെ നന്ദഗോപ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് അവിടെ കല്ലെന്ന് എഴുതാം. കൽ. കല്ല് മീനിങ് എന്തൊക്കെ? യെസ്റ്റർഡേ എന്നുണ്ട്, അതുപോലെ ടുമോറോ എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താ അടുത്ത വേർഡ്? അടുത്ത വേർഡ് ആര് പറയും? കാണാൻ പറ്റുന്നുണ്ടോ? വലുതാക്കണോ? ഇതാ ഹായും ലായും ആണ്. ആരോട് ചോദിക്കാം സർ? മിഴി. മിഴി. വാട്ട്സ് ദ മീനിങ് ഓഫ് ഹൽ? ആ വേർഡ് ഒന്ന് വായിച്ച്. ഹായും ലായും കൂടി എങ്ങനെ നമ്മൾ വായിക്കാം? ഹൽ. ഓക്കെ, ഹലിന്റെ മീനിങ് മോൾക്ക് അറിയോ? അറിയില്ല. അറിയില്ല. ഓക്കെ, ഹൽ എന്ന് പറഞ്ഞ രണ്ട് മീനിങ് ഉണ്ട്. ഇതുപോലെ ഹൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കലപ്പ ഉണ്ടല്ലോ, കലപ്പ, ഈ ഉഴുതുമറിക്കാൻ പ്ലൗ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം, അതുമായിട്ടും പറയും. പിന്നെ അതുപോലെ സൊല്യൂഷൻ എന്ന അർത്ഥമുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഹൽ എന്നാ പറയാം. ഓക്കെ, മനസ്സിലായോ ഹലിന്റെ മീനിങ് എല്ലാവർക്കും? യെസ്. ഓക്കെ, ഹൽ. ഓക്കെ, നെക്സ്റ്റ് സിമ്പിളാ. നെക്സ്റ്റ് ലെറ്റർ വേഗം പറഞ്ഞേ. വിളിച്ചോളൂ സർ. സാറിന് ബുദ്ധിമുട്ടായോ? ദേവനന്ദ്. ഓക്കെ, ദേവനന്ദ്. വേണ്ട, ഇത് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മീനിങ്സ് അറിയാൻ വേണ്ടി എഴുതി വെച്ചോളൂ. ഓക്കെ, മീനിങ്സ് അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ചു. ആ ദേവനന്ദേ. ആ എന്താണ്? ഫൽ. ഓക്കെ, ഫൽ എന്ന് പറഞ്ഞ എന്താ മോനു? ഫ്രൂട്ട്. ഓക്കെ, വെരി ഗുഡ്. സൊല്യൂഷൻ ടുമോറോ. നെക്സ്റ്റ് എന്താ? അടുത്ത വേർഡ്. ഒരുപാട് സാർ ആകെ കൺഫ്യൂഷൻ. ആരെ വിളിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. സാർ വിളിച്ചോ? കുഴപ്പമില്ല. ധ്രുവ് പേടിപ്പിച്ചോണ്ടിരിക്കണേ ഇരുട്ടത്തായിരുന്നു ടീച്ചറെ. ധ്രുവ്, എന്താണ് അടുത്ത വേർഡ്? ധ്രുവേ. പൽ. പൽ എന്ന് പറഞ്ഞ എന്താ? അപ്പൊ അമ്പടാ, അത് ദാന്താണ്. പല്ല് എന്ന് പറഞ്ഞാൽ ദാന്ത് എന്നാണ് അർത്ഥം. പല്ല് എന്ന് പറഞ്ഞാൽ ദാന്തല്ല, നമ്മുടെ മലയാളം പല്ലിന്റെ അർത്ഥം ദാന്ത്. ഈ പല്ലെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എന്നാണ്. ഹർ പൽ, ഓരോ സെക്കൻഡിൽ എന്നൊക്കെ പറയില്ലേ, ഓരോ നിമിഷം. ആ ഒരു മീനിങ് ആണ് പൽ എന്ന് പറഞ്ഞ. ഓക്കെ, അത് കുഴപ്പമില്ല, അത് തെറ്റ് പ്രശ്നമില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താ? ലാസ്റ്റ് വേർഡ് ഏതാ? ന പ്ലസ് ല. എന്താ വായിക്ക? ആര് പറയും? അമേയ. 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 ആ, നൽ. വാട്ട്സ് ദ മീനിങ് ഓഫ് നൽ? അറിയോ? നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, ടാപ്പ്. ടാപ്പിൽ വെള്ളം വരുന്ന സംഭവല്ലേ, അതിനെ നമ്മൾ നല്ലെന്ന് പറയാം കേട്ടോ. നാലേ, നൽ നാലേ എന്നൊക്കെ പറയും. തോടുകളെയൊക്കെ പറയും നൽ നാലേ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വേർഡ്സ് ഫോം ചെയ്യുന്നതും മീനിങ്സ് ഒക്കെ മനസ്സിലാക്കുന്നതും. ക്ലിയർ ആയ എല്ലാവർക്കും? ഒരുപാട് പേര് വിളിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചർ ഇപ്പൊ ഒന്ന് വിളിക്കൽ നിർത്തിയിട്ട് ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പോസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സൂചന പോസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഴുതി കാണിച്ച് I knew every word. Very good, Hebel. Hebelനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഹേബലിന്റെ പപ്പയൊക്കെ വന്ന്
സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഏബിൾ അല്ലേ? ഓക്കെ. നൽ എന്ന് പറഞ്ഞ ടാപ്പ് എന്നാണ് അർത്ഥം. നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, ടാപ്പിനൊക്കെ നമ്മൾ നൽ എന്ന് പറയാം കേട്ടോ. ഓക്കെ. സോ ഇവിടെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു പോസ്റ്ററിന്റെ ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ പോസ്റ്ററിന്റെ ഒരു എക്സാമ്പിൾ ആ ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്യുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, ദെൻ ആരാണ് അതിന്റെ ഇനാഗുറേഷൻ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു ആളുടെ ഇനാഗുറേറ്റ് ചെയ്യുന്ന ആളും ആളുടെ പേര്, ദെൻ എന്നാണ് ആ പ്രോഗ്രാം നടക്കുന്നത്, അതുപോലെ ഡേറ്റ്, ദെൻ ടൈം, എവിടെയാണ് നടക്കുന്നത്, ആ സ്ഥലം, ആൻഡ് അറ്റ് ലാസ്റ്റ് എന്ത് കൊടുത്തു, ആപ് സഭി കാ സ്വാഗത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സൂചന പോസ്റ്റർ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത കാര്യം അത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? കുറെ പേര് ഞാൻ എഴുതി കാണിക്കുക ചെയ്തത്. ഇത് ഞാനൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ ദിസ് ഒരു എക്സാമ്പിൾ ആണിത്. നിങ്ങൾക്ക് ഈ വർഷം ഒരു 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 സ്റ്റോറി പഠിക്കാൻ, ഒരു ഫിലിമിലേക്ക് അല്ലെങ്കിൽ എന്താ ഫിൽമിലേക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ അതിലൊക്കെ നമുക്ക് പോസ്റ്റർ, ഇതുപോലത്തെ സൂചന പോസ്റ്റർ ഒക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ സെയിം ഈ സംഭവം തന്നെ നമ്മൾ അതിലും ചെയ്യേണ്ടത്. ബാരിഷ് കെ ബാദിലല്ല, നമ്മള് സാറയുടെയും അലിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലാണ് നമ്മള് ജന്നത്ത് കെ ബച്ചെ, ഒരു ഇറാനി മൂവിയുടെ ഹിന്ദി, അതിന്റെ ഇറാനി മൂവി ആയിരുന്നു അത്. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നും പറഞ്ഞു ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ഫിലിം റിവ്യൂ നമുക്ക് പഠിക്കാനുണ്ട് ഈ വർഷം. അപ്പൊ അതിലൊക്കെ അതിന്റെ പോസ്റ്റർ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോ അതിലൊക്കെ അത് സെക്കൻഡ് ടൈമിലാണ് വരുന്നത്, ഫസ്റ്റ് ടൈമിലല്ല. അപ്പൊ അതിലൊക്കെ നമുക്ക് ഈ ഒരു പോസ്റ്റർ ആവശ്യമായിട്ട് വരും, പോസ്റ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ. അപ്പൊ നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്തൊക്കെയാണ് ആ പോസ്റ്ററിൽ വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അന്ന് അത് ചെയ്യാനും എഴുതാനൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ക്ലിയർ ആയോ മാം? പൽ മീനിങ്, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം എന്നാണ് അർത്ഥം. ഹർ സെക്കൻഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, പൽ പൽ, ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും എന്നൊക്കെ ഒരു മീനിങ് ആണ്. 5 class രക്ഷിത ഇസ് മൈ സിസ്റ്റർ. ഓക്കെ ആരുഷ്, ഓക്കെ ഓക്കെ. യെസ്. പിന്നെ നിങ്ങൾ ഈ സിസ്റ്റേഴ്സിന്റെയും ചേട്ടന്മാരും ഒക്കെ പറയുമല്ലോ. സത്യം പറഞ്ഞാൽ അക്ഷിത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അനിയന്മാരും അനിയത്തിമാരുടെയും ചേച്ചിമാരൊക്കെ പേര് പറയുമ്പോൾ ഈ ഒരേ പേരുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അക്ഷിത തന്നെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ പേരുണ്ടായിരുന്നു. ഇതിന് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ എന്തോരം പാട് കഴിക്കുന്നു പറയുമ്പോ ദേവനന്ദിന്റെ അനിയത്തി കഴിഞ്ഞ ദേവിക ഇപ്പോ 5th 6th ഞാൻ ഈ ദേവിക എസ് ഉണ്ട്, ദേവിക KR ഉണ്ട്, ഇവരിൽ ഞാൻ ദേവന്റെ അനിയത്തിനെ കണ്ടുപിടിച്ച് എന്തോരം പാട് കഴിച്ചിട്ടാണെന്നറിയോ? ഒരേ പേരുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക്. സോ ഓക്കെ. യെസ്. അപ്പൊ ഞാൻ കണ്ടുപിടിക്കാം. ഐ ഹാവ് എ ബേബി എന്ന് പറഞ്ഞു. ഓക്കെ. യെസ്. അപ്പൊ ഇതാണ് ഒരു പോസ്റ്ററിന്റെ എന്താ ഒരു ഇൻഫോർമേറ്റീവ് പോസ്റ്റർ ഇങ്ങനെയാണ്. ഇനി വേറൊരു പോസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്താ? സന്ദേശ് പോസ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിരുന്ന പോസ്റ്റർ. എന്താണ്? സന്ദേശവാചകങ്ങളൊക്കെ ആക്കിയിട്ടുള്ള പോസ്റ്റർ എന്തായിരുന്നു അതിനെ പറയാം. ഇതുപോലെ വെള്ളത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പോസ്റ്റർ പഠിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? പാനി ബച്ചാവോ, ജീവൻ ബച്ചാവോ, പാനി ജീവൻ കാ. യെസ്. അക്ഷിത ജയേഷ് ആണ്. ഓക്കെ. യെസ്. അക്ഷിത രാജ് ഉണ്ട്. എന്റെ പേര് വിളിച്ച ഒരു കുട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസ്ക, അത് ശരിയാണ്. പ്രസ്കയുടെ പേരുള്ള ഒരു കുട്ടി ഇല്ല. ശരിയാണ്. ഓക്കെ. पानी बचाओ जीवन बचाओ, पानी जीवन का आधार है, पानी के एक बूंद को नष्ट न करे. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച പോസ്റ്റർ ആണ്. ഈ വർഷം നമുക്ക് പഠിക്കാനുണ്ട്. ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റർ. സോറി, ഫസ്റ്റ് ടൈമിൽ നമുക്ക് പഠിക്കാനുള്ള ക്ലീനിങ്ങിനെ കുറിച്ചുള്ള പോസ്റ്റർ ഒക്കെയാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് സന്ദേശ് പോസ്റ്ററും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സൂചന പോസ്റ്ററും പഠിക്കാനുണ്ട്. അപ്പൊ പോസ്റ്റർ എന്തായാലും ഈ വർഷത്തെ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ സഫായി, ഈ സംഭവം തന്നെ സഫായി ഹമാരെ ജീവൻ കാ ആധാർ ഹെ. നിങ്ങൾക്ക് ഈ സംഭവമൊക്കെ തന്നെ മാറ്റി മറിച്ചൊക്കെ എഴുതാം. കൃഷ്ണന്റെ വളർത്തച്ഛന്റെ പേരാണ് എന്റെ പേര് നന്ദഗോപൻ. ശരിയാണ്, നന്ദഗോപന്റെ പേര് അങ്ങനെ പെട്ടതൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. എന്റെ പേരിൽ ഏബിൾ ആബിൾ ഒക്കെ ഉണ്ട്. ശരിയാണ് മിസ്. എന്റെ പേര് നെയിം ഒന്നും ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. അതെ പ്രഹർഷ, അതെ. ഓക്കെ. അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമാറ്റ് ആണ് ലെറ്റർ ഫോർമാറ്റ്.
ഓക്കെ, ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡയറിയുടെ ഫോർമാറ്റ് പഠിച്ചു, ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഡയറി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെക്കോ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എഴുതി കാണിച്ചത് ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാൻ. ഇതാണ് ഡയറിയുടെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഡയറിന്ന് ഹെഡിങ് കൊടുത്തു, ഡേറ്റും ഡേയും കൊടുത്തു, ഡേയും ഡേറ്റും കൊടുത്തു. പിന്നെ ഇത്രയും വേർഡ്സ് നമ്മൾ അതിൽ ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആജ് ബഡ അച്ഛാ ദിൻ ഥാ, ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു അല്ലെ. ഇന്ന് മോശപ്പെട്ട ഡേ ആണെങ്കിൽ എങ്ങനെ എഴുതും? ആജ് ബഡ അച്ഛാ ദിൻ നഹീ ഥാ എന്നാക്കും അല്ലെ. പിന്നെന്താ? ആജ് മേരെ സാത്ത് ऐसा कुछ हुआ, ഇന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് എന്ത് ചെയ്തും? ഇവിടെ കണ്ടന്റ് എഴുതി കൊടുക്കുക. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എഴുതി കൊടുക്കുക. ദെൻ നമ്മുടെ ഡയറി കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാ? ആജ് കാ ദിൻ മേ കഭി ഭൂൽ നഹീ സക്താ, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഡയറി. ഓർക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് ഡയറി ചോദിച്ചാലും ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി. കണ്ടന്റ് മാത്രം മാറ്റി എഴുതി കൊടുക്കുക. ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ മാത്രം നിങ്ങൾ 2-3 സെന്റൻസ് നിങ്ങൾ തന്നിരിക്കുന്ന ഹിന്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ലെറ്റർ ഫോർമാറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്ലി ലെറ്റർ നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത്. നമ്മളൊരു ഫ്രണ്ടിന് ലെറ്റർ അയക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹിന്ദിയിൽ ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമുക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യോ, എന്നിട്ട് ടീച്ചർ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം, ഇതൊക്കെ ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് സർ ഒരു ഹാൻഡ് റേസ് വന്നിട്ടുണ്ട് സർ? ആരാണ് സർ? ഷഫിയ. ഷഫിയ എന്താ ഷഫിയ? മിസ്സിന്റെ മുമ്പത്തൊന്ന് കാണിച്ചു തരൂ. ഏതാ, ഡയറിയുടെ ആണോ? അല്ല, അതിന്റെ മുമ്പത്തെ. എന്റെ ഫോൺ സ്റ്റക്ക് ആയി, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതാണോ? അല്ല, ഇതിന്റെ മുമ്പത്തെ. ഇതിനു മുമ്പ് ടീച്ചർ ഏതാ കാണിച്ച? ഡയറി പോസ്റ്റർ ആണോ കാണിച്ചതോ? പാനിയുടെ പോസ്റ്റർ അല്ലെ, വെള്ളത്തിനെ കുറിച്ചുള്ള പോസ്റ്റർ. ഇതാണോ? ഇതെന്താ? നമ്മൾ വാട്ടറിനെ കുറിച്ചൊരു പോസ്റ്റർ, സന്ദേശ് പോസ്റ്റർ ചെയ്തതാണ്. സന്ദേശ് പോസ്റ്റർ നമ്മൾ ഇതുപോലെ സെന്റൻസ് കൊടുത്തിട്ട് എഴുതുന്നത്. ഡേറ്റും സമയമൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ 2-3 സെന്റൻസ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡ്സ് ഇട്ടിട്ട് എഴുതില്ലേ, അങ്ങനെയുള്ള പോസ്റ്ററിനെ നമ്മൾ എന്ത് പറയാ? സന്ദേശ് പോസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ടീച്ചർ ഒരു എക്സാമ്പിൾ വെള്ളത്തിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ അവിടെ കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പോസ്റ്റർ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ? പാനി ബച്ചാവോ, വെള്ളം സേവ് ചെയ്യൂ. ജീവൻ ബച്ചാവോ, സേവ് ലൈഫ്. പാനി ജീവൻ കാ ആധാർ ഹെ, വെള്ളം നമ്മുടെ ലൈഫിന്റെ ബേസ് ആണെങ്കിൽ അടിസ്ഥാനമാണ്. പാനി കെ ഏക് ബൂന്ദ് കോ നഷ്ട ന കരേ, വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും എന്താ പാഴാക്കരുത്, അല്ലെങ്കിൽ എന്താ കളയരുത് എന്നാണ്, നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് സർ. വേറെ രണ്ട് ഹാൻഡ് റേസും കൂടി ഉണ്ട് സർ. കെയിൻ എന്താണ്? ശരിയായില്ല പൊന്നോ? ഇല്ല. അതെന്ത് പറ്റി? നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടോ? ഇല്ല. പിന്നെന്താണോ ക്ലിയർ ആവാത്തത്? വേറെ ആരും പറഞ്ഞില്ലല്ലോ അങ്ങനെ പ്രശ്നം. സ്റ്റക്ക് ആവുന്നുണ്ട് ഇപ്പോഴും? പെട്ടെന്ന് സ്റ്റക്ക് പോകുന്നു. അതുകൊണ്ട് ടീച്ചർ ചിലപ്പോ ഇങ്ങനെ കേൾക്കാതെ വരുമ്പോ അതങ്ങനെ ആണോ? എന്താന്ന് അറിയില്ല സർ. നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ഇവിടെ സാർ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല മോനു. ഒരു കാര്യം ചെയ്യും, ഒന്ന് ക്ലാസ് ടീച്ചറായിട്ട് പറയൂട്ടെ, ക്ലാസ് ടീച്ചറായിട്ട് സൊല്യൂഷൻ പറയൂട്ടെ മോനെ. ഓക്കെ, ഇത് കഴിയുമ്പോ ഇപ്പൊ ഇതിന്റെ ക്ലാസിന്റെ ലിങ്ക് കിട്ടാം. ഓക്കെ, സർ പേടിക്കണ്ട. അത് സൈനബ. ആരാ സർ? സൈനബ. നല്ലെന്ന് പറഞ്ഞ ടാപ്പ് ആണ് മോളെ. ടാപ്പ് നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, വെള്ളം വരുന്ന പൈപ്പ്. ടാപ്പ്.
ഞാൻ കേട്ടത് ക്യാപ്പാണ്. ക്യാപ്പാണ്. ഓക്കെ, ടാപ്പ് എന്നാ ടീച്ചർ പറഞ്ഞത് അല്ലെ. വെള്ളം വരുന്നെന്ന് പറഞ്ഞില്ലേ, തോടുകള്, നദി നാല എന്നൊക്കെ പറയും, നൽ നാല എന്നൊക്കെ പറയും. വെള്ളം വരുന്ന ഒരു ടാപ്പിനെ പറയാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ സർ. അപ്പൊ നോക്കി ഇവിടെ ഈ ഞാൻ അനു ജസ്റ്റ് ഒന്ന് റിജോയിൻ ചെയ്ത് നോക്കുമോളെ. ബാക്കി ആരും വലിയ പ്രശ്നം പറയുന്നില്ല, അതുകൊണ്ടാട്ടോ അനു ഒന്ന് റിജോയിൻ ചെയ്ത് നോക്കിയാൽ മേ ബി ശരിയാവും, ക്ലിയർ ആവും ബോർഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഒരു ഡയറി എഴുതുമ്പോ ആദ്യം നമ്മൾ എന്ത് എഴുതും? സ്ഥാൻ താരീഖ്. അവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നതോ സ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസ് ആണ്. നമ്മൾ എവിടെ ഇരുന്നിട്ടാണോ ഡയറി എഴുതുന്നത് ആ സ്ഥലത്തിന്റെ പേര് അവിടെ ഹിന്ദിയിൽ കൊടുക്കാം. ഓക്കെ, അതിന്റെ താഴെ എന്ത് എഴുതാം? ഡേറ്റ് എഴുതണം. എന്നാണോ നമ്മൾ ആ ലെറ്റർ എഴുതുന്നത്. ഡയറി അല്ല കേട്ടോ, ലെറ്റർ ആണ്. ടീച്ചർ പറഞ്ഞത് മാറിപ്പോയതാ. പത്ര എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ ആണ്. ഓക്കെ, ഒരു ഫ്രണ്ട്ലി ലെറ്റർ എങ്ങനെയാ? ഒരു കൂട്ടുകാരൻ, നിങ്ങളൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിക്കോ, വൈകി എനിക്ക് മാറിപ്പോയതാ കേട്ടോ, വൈകി. ഓക്കെ, അപ്പോ ലെറ്ററിന്റെ ഫോർമാറ്റ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഡയറി പെട്ടെന്ന് അത് മനസ്സിൽ വന്നപ്പോ അത് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പത്ര എന്ന ഹെഡിങ് കൊടുത്തു, ജസ്റ്റ് ഇതുപോലെ ഹെഡിങ് കൊടുത്തു, ലെറ്റർ എന്ന ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എന്താ, അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് സ്ഥാൻ താരീഖ് എന്ന് എഴുതും. സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് എന്നാണ് അർത്ഥം. നമ്മൾ എവിടെ നിന്നിട്ടാണോ ലെറ്റർ എഴുതുന്ന ആ സ്ഥലത്തിന്റെ പേര് അവിടെ കൊടുക്കുക. ദെൻ താഴെ എന്ത് കൊടുക്കുക? ഡേറ്റ് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? റിഷ്വിനെ ക്ലിയർ ആവുന്നുണ്ടോ? റസൽ, റയാൻ ക്ലിയർ ആവുന്നുണ്ടോ? റയാനെ ഓക്കെ ആണോ? യെസ്. അപ്പോ അതിനുശേഷം പിന്നെന്താ, നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുക്കും. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ട കൂട്ടുകാരാ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇപ്പൊ ലെറ്റർ എഴുതാറുണ്ടാവില്ലായിരിക്കും, പക്ഷെ പണ്ടൊക്കെ ലെറ്റർ എഴുതുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സിലൊക്കെ ലെറ്റർ അയക്കും, കാർഡ്സ് അയക്കും. ക്രിസ്മസ് ആവുമ്പോഴും ന്യൂ ഇയർ ഒക്കെ ആവുമ്പോഴും പണ്ട് നിങ്ങൾ അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അവര് ലെറ്റേഴ്സ് വഴി നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ വാട്സാപ്പും എന്താ പറയാ ഫോണും ഇല്ലാത്തൊരു സമയം നമ്മൾ അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. സോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ലെറ്റേഴ്സ് അയക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ലെറ്റർ ഫോർമാറ്റ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തും? പ്ലേസും ഡേറ്റും എഴുതിയതിനു ശേഷം എന്താ? പ്രിയ സഹേലി യാ മിത്ര. പ്രിയ സഹേലി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഡിയർ സഹേലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രണ്ട് എന്ന അർത്ഥം, കൂട്ടുകാരി എന്നാണ് അർത്ഥം. മിത്ര എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, രണ്ടിനും നമുക്ക് പറയാം. ഓക്കെ, യെസ്. ഹൽ എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചൽ ചോദിക്കും. ഹൽ മീൻസ് സൊല്യൂഷൻ എന്ന് പറയും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരം എന്നൊക്കെ പറയും. ഹൽ പരിഹാരം എന്നൊരു മീനിങ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഹൽ എന്ന് പറഞ്ഞാൽ കലപ്പ, ഈ ഉഴുതു മറിക്കുന്ന സാധനം ഉണ്ടല്ലോ കലപ്പ, അതിനെ നമ്മൾ ഹൽ എന്ന് പറയും. ഓക്കെ, രണ്ട് മീനിങ് ഉണ്ട് ഹൽ. അപ്പൊ നോക്കി, പ്രിയ സഹേലി യാ മിത്ര, പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നാണ് ഈ മീനിങ്, ഇതിന്റെ അർത്ഥം. ഡിയർ ഫ്രണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ അതിന് താഴെ നമ്മൾ എന്ത് ചോദിക്കും? ഇപ്പൊ നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുന്ന പോലെ നമ്മൾ എന്താ? ഹൗ ആർ യു, സുഖാണോ എന്ന് ചോദിക്കും. എന്താ? തും കൈസേ ഹോ എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് സുഖമാണോ? ഓക്കെ, തും കൈസേ ഹോ മീൻസ് എന്താ? നിനക്ക് സുഖമാണോ? അപ്പൊ അതിന്റെ റിപ്ലൈ എന്താ? മേ യഹാ ഖുഷി സേ ഹൂ, എനിക്കിവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മള് കൂട്ടുകാരന്റെ സുഖം അന്വേഷിക്കും. എന്താ സുഖമാണോ അന്വേഷിക്കുകയാണ്. എന്താ? തും കൈസേ ഹോ, നിനക്ക് അവിടെ സുഖാണോ? മേ യഹാ ഖുഷി സേ ഹൂ, ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെന്താ? ഘർ മേ സബ് കുച്ച് ഠീക് ഹൈ നാ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു, വീട്ടിലെല്ലാം നല്ല രീതിയിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കാണ്. ഘർ മേ സബ് കുച്ച് ഠീക് ഹൈ നാ, വീട്ടിലെല്ലാം ഉഷാറല്ലേ, എല്ലാം സുഖല്ലേ? എന്നിട്ട് എന്താ? मैं एक बात कहने के लिए यह पत्र लिख रहा हूँ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. എന്താ അതിനർത്ഥം? मैं एक बात कहने के लिए, ഞാൻ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. എന്താ ആ സെന്റൻസിന്റെ മീനിങ് വരുന്നത്? मैं एक बात कहने के लिए यह पत्र लिख रहा हूँ. ലിഖ് റഹാഹു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത്
എന്നിട്ട് എന്താ ആ കണ്ടന്റ് നമുക്ക് എക്സാമിന് എന്തെങ്കിലും ഒരു ഇതുപോലെ ഫ്രണ്ട് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ ആ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത്. സോ ആ ഒരു കണ്ടന്റ് നമ്മൾ ഈ ഭാഗത്ത് എഴുതാം. ഏത് ഭാഗത്ത്? ഈ കണ്ടന്റ് ഭാഗത്ത് എഴുതി കൊടുക്കാം. എന്നിട്ട് അത് എഴുതിയതിനു ശേഷം ലാസ്റ്റ് എങ്ങനെ എഴുതണം? തെരി പഠായി യാ കാം കാസെ ചൽ രഹാ ഹൈ. നിന്റെ പഠിത്തം അല്ലെങ്കിൽ നിന്റെ ജോലി എങ്ങനെ പോകുന്നു. പഠായി എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് എന്ന അർത്ഥം. ഓക്കെ, സ്റ്റഡീസ് എന്നാണ് അർത്ഥം. ദെൻ കാം എന്ന് പറഞ്ഞാൽ ജോലി, വർക്കാണ് അല്ലെങ്കിൽ ജോബ്. നിന്റെ പഠിത്തം അല്ലെങ്കിൽ നിന്റെ ജോലി എങ്ങനെ പോകുന്നു. ഓക്കെ, തേരി മീൻസ് നിന്റെ, നിന്റെ എന്ന് പറഞ്ഞാൽ തേരി പഠായി എന്ന് പറഞ്ഞാൽ നിന്റെ ജോലിയും അല്ലെങ്കിൽ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു. ഓക്കെ, ദെൻ മാ ഓർ ബാപ് സെ മേരാ പ്യാർ കഹന. അമ്മയോടും അച്ഛനോടും എന്റെ സ്നേഹാന്വേഷണം പറയുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? വാട്ട് ഈസ് ദ ഹിന്ദി ഓഫ് എനിക്ക് നിന്റെ ഓർമ്മ വരുന്നു? മുझे याद आ रही है. मुझे तुम्हारा याद आ रही है എന്നാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. നന്ദഗോപ, എനിക്ക് നിന്റെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ മുझे तुम्हें याद आ रहा है नो, याद आ रही है नो. പെൺകുട്ടിയാണെങ്കിൽ ആ रही है എന്ന് എഴുതാം. നന്ദഗോപനാ ചോദിക്കുന്നെങ്കിൽ മുझे तुम्हारा याद आ रहा है, എനിക്ക് നിന്നെ ഓർമ്മ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇവിടെ എന്താ? മാ ഓർ ബാപ് സെ മേരാ പ്യാർ കഹന. അമ്മയോടും അച്ഛനോടും എന്റെ സ്നേഹം അറിയിക്കുക, പറയുക. കഹന മീൻസ് പറയുക. എന്നിട്ട് എന്താ? ഹൗ ടു റൈറ്റ് മൈ നെയിം ഇൻ, പറഞ്ഞുതരാം അമൃത. പിന്നെന്താ ലാസ്റ്റ്? വാപ്പസി പത്ര കെ ഇന്റസാർ മേ. മറുപടി കത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇന്റസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. ഞാൻ നിന്റെ റിപ്ലൈ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? തുമ്ഹാര മിത്ര ഹസ്താക്ഷർ. എഴുതുന്ന ആളുടെ പേര് അവിടെ കൊടുക്കാം. ഇപ്പൊ ഞാനാണ് ലെറ്റർ എഴുതുന്നെങ്കിൽ തുമ്ഹാര മിത്ര, നിന്റെ കൂട്ടുകാരി. താഴെ നിങ്ങളുടെ എന്റെ പേര് കൊടുക്കും. എന്നിട്ട് എന്റെ ഒരു സൈൻ ഇട്ട് കൊടുക്കും. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സൈൻ എന്നാണ് അർത്ഥം, സിഗ്നേച്ചർ ആണ്. ഓക്കെ, തുമ്ഹാര മിത്ര എന്ന് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരൻ. ഞാൻ എഴുതുന്ന ആളുടെ പേര് അവിടെ കൊടുക്കും. എന്നിട്ട് എന്താ? ഇതെന്താണ്? ഈ സേവാമേം നാം പത. നമ്മൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിന്റെ ലെറ്റർ ആണ്, നമ്മള് അഡ്രസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുക. സേവാമേം നാം പത. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ടു അഡ്രസ്സാ. ഓക്കെ, ആർക്കാണ് നമ്മൾ ലെറ്റർ അയക്കുന്ന ആളുടെ അഡ്രസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അഡ്രസ് ഒന്നും നിങ്ങൾ എഴുതിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. സേവാമേ നാം പത എന്ന് മാത്രം എഴുതിയാൽ മതി, മാർക്സ് കിട്ടും. അതുപോലെ സ്ഥാൻ താരിഖ്, ഈ ഫോർമാറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, മനസ്സിലാവായിക്കുണ്ടോ? ഉണ്ടോ? ഹിരണ്യ ക്ലിയർ ആയോ? ഹിരണ്യ ഡൗട്ട് ഉണ്ടോ? യെസ്, അമേയ ചോദിക്കുന്നത് സർ ഡൗട്ട്. അമേയ എന്താ ഡൗട്ട്? മാം, ഈ ലെറ്ററിന്റെ ലാസ്റ്റ് ഇപ്പൊ അച്ഛനമ്മയ്ക്ക് സുഖമാണ് കണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിന്റെ മറുപടിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം, അങ്ങനെ എഴുതിക്കൂടെ? അതാണ് വാപ്പസി പത്രക്ക് ഇന്റസാർ മേന്ന്. അതെന്ന് പറഞ്ഞാൽ നിന്റെ മറുപടി ലെറ്ററിനായുള്ള വെയിറ്റിംഗിലാണെന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. വാപ്പസി പത്ര റിപ്ലൈ അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഇത് ഹസ്താക്ഷരം എന്ന് പറഞ്ഞ സൈൻ ആണ്. ഇപ്പൊ ടീച്ചറാണ് ലെറ്റർ എഴുതുന്നെങ്കിൽ തുമ്ഹാര മിത്ര, നിന്റെ കൂട്ടുകാരൻ, എന്റെ പേര് അവിടെ കൊടുക്കും, താഴെ എന്റെ സൈൻ ഇട്ട് കൊടുക്കും. ഇന്റസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, നിന്റെ റിപ്ലൈക്ക് ആയിട്ടുള്ള വെയിറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ, യെസ്. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? മിസ് ക്ലാസ് കഴിഞ്ഞ ഒരു പാട്ട് പാടാമോ? അച്ചു, എന്റെ വെള്ളിയോട് വെള്ളിയായിരിക്കും, അതുപോലെ സൗണ്ടാണ്. ഓക്കെ നോമിക. യെസ്, സർ മിഴിയുടെ ഡൗട്ട് വരുന്നുണ്ട് സർ. എന്താ മിഴി ഡൗട്ട്? मैम एक बात कहने के लिए यह पत्र लिख അതില്ലേ ആ സെന്റൻസ് ഇല്ലേ, ആ സെന്റൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാഷ് ഇട്ടേക്കുന്നത്, അത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇട്ടാങ്കിൽ എഴുതാൻ? ഇത് ശരിക്കും മോളെ ഇപ്പൊ ടീച്ചർ അത് കാണിച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് മാത്രം. ഇപ്പൊ ലെറ്റർ നിങ്ങളോട് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം.
പക്ഷെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ പല രീതിയിലായിരിക്കും ചോദിക്കുക. നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ കൂട്ടുകാർക്ക് ഒരു ലെറ്റർ എഴുതാൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് തന്നെ പഠിച്ച് എഴുതി വെക്കുക. ഈ ഇടയിലുള്ള ഈ ടീച്ചർ പോർഷൻ വിട്ടിട്ടില്ലേ, ഈ ഭാഗം വിട്ടിട്ടില്ലേ, അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററുമായിട്ട് ചോദിക്കും. കൂട്ടുകാർക്ക് ഇന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ആ കണ്ടന്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ മോള്? ആ നമ്മൾ ഏത് ഓക്കെ. മിസ്, വാട്ട്സ് ദ മീനിങ് ഓഫ് ഗാൽ ആൻഡ് ഫൽ? ഗാൽ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ പഠിച്ചോ? ഫൽ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ ഇഷ്ടല്ലേ. യു സി തുടരും. യെസ് ദേവനന്ദ് ഞാൻ കണ്ടു. മിസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗൽ ആൻഡ് ഫൽ? ഗൽ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൽ നമ്മൾ കണ്ടു. ഗൽ ഉണ്ടായോ അതിൽ നോക്കട്ടെ കേട്ടോ. ഗല്ലായിരിക്കില്ല, കല്ലായിരിക്കും കേട്ടോ. കല്ല് എന്ന് പറഞ്ഞാൽ ടുമോറോ ഓർ സോറി ടുമോറോ ആൻഡ് യെസ്റ്റർഡേ രണ്ടും നമ്മൾ കല്ലെന്ന് പറയും കേട്ടോ. ഓക്കെ. ഈസ് ദിസ് ബേസിക് ക്ലാസ്? ഈസ് ദിസ് ദ ലാസ്റ്റ്? യെസ്, ഇത് നമ്മുടെ ലാസ്റ്റ് ബേസിക് ക്ലാസ് ആണ് കേട്ടോ. അടുത്ത ക്ലാസ് തൊട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. എന്താ ഖുദ് സേ പ്യാർ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. ഒരു നല്ല ഭംഗിയുള്ള ഒരു പോയം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനിൽ അതൊക്കെ നമ്മൾ അടുത്ത വീക്ക് തൊട്ട് നമുക്കത് പഠിച്ചു തുടങ്ങാം. ഓക്കെ. നിങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്കും ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചൊരു ഒരു ഐഡിയ ഒക്കെ ആക്കിയിട്ടേ ഞാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് അങ്ങ് വിടുള്ളൂ, പേടിക്കേണ്ട. ഓക്കെ. യെസ്. ഓക്കെ സർ. അടുത്ത ഷഫിയാണ് ഡൗട്ട്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. എന്നിട്ട് നമുക്ക് മാം, ഹോമിന്റെ ഹിന്ദി മീനിങ് എന്താണ്? ഹോം എന്ന് പറഞ്ഞാൽ ഘർ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലെ? ഘർ, വീട്. യെസ്. ഓക്കെ. ഫ്രൂട്ട്സിന്റെ ഫൽ. 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 വെൽക്കം ഡിയർ. അടുത്ത സർ ഋതു ആണെന്ന്. ഋതു. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഋതു. ഡേയ്സ് പഠിച്ചോ? ഓക്കെ. ഡേയ്സ് പഠിച്ചാൽ നമുക്ക് എന്തിനാവശ്യമായിട്ട് വരും? ഈ പറഞ്ഞ പോലെ പോസ്റ്ററിനും ഡയറി എഴുതുമ്പോഴും ഒക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഡിഷ് പഠിക്കാൻ പറഞ്ഞു. ഡേയ്സ് പറയോ? തേഴ്സ്ഡേക്ക് എന്താ ഹിന്ദിയിൽ പറയാ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ കൃഷ്ണൻ അറിയോ? നമ്മുടെ കൃഷ്ണൻ ആണോ? ഈ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട ദിവസം വ്യാഴാഴ്ച എന്ന് പറയും അല്ലെ? ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട ദിവസമാണ് തേഴ്സ്ഡേ എന്ന് പറയും സാധാരണ. അപ്പൊ അങ്ങനെ ആലോചിക്കുക. തേഴ്സ്ഡേ, ഗുരുവായൂർ, ഗുരുവാർ, അങ്ങനെ ആലോചിക്കും. ഓക്കെ. എനിക്ക് പറഞ്ഞു തരുന്നത് 5ാം ക്ലാസ്സിൽ നിങ്ങളുടെ ഒരു അനീത്യ, 5ാം ക്ലാസ്സിൽ ഒരു ഈശ്വര എന്നൊരു കുട്ടിയുണ്ട്. 5-ലല്ല 6-ല്. അവിടെ ഈ ഡേയ്സ് പഠിപ്പിച്ചപ്പോ പുള്ളിക്കാരത്തി ഓർത്തിരിക്കാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ള ദിവസമാണ് തേഴ്സ്ഡേ. അപ്പൊ ഗുരുവാർ അങ്ങനെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ. യെസ്. ധ്രുവേ, അങ്ങനെ പറ്റൂല. ഡൗട്ട് ഇല്ലാത്തവല്ല. നമുക്ക് ഇനി 5 മിനിറ്റ്സ് ഉണ്ട്. 5 മിനിറ്റ്സ് അല്ല, അതിന് മേലെ ഉണ്ട്. ഓക്കെ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടേ മൈൻഡ് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ താങ്ക് യു സ്ലൈഡ് ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് ലീവ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ ഓക്കെ പറയാതെ ആരും ഇവിടുന്ന് പോവാൻ പാടില്ല. യെസ്. ഓക്കെ സർ. അപ്പോ നിങ്ങൾക്കൊരു ഓപ്ഷൻസ് ഞാൻ ഇവിടെ തരാണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് ആരാ പറഞ്ഞുതരാ? ഒന്ന് എഴുതി കാണിച്ചു തരാ? പാർവതി. ഡൗട്ട് ആണോ സർ? ഒന്ന് പാർവതി ഡൗട്ട് ആണോ? പാർവതി അതെ, ഇവിടെ എപ്പോഴും കരണ്ട് പോരും വരില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ പോയില്ലേ വീണ്ടും കറണ്ട്? പോയി. നേരത്തെ പാർവതിനെ കാണാൻ പറ്റുണ്ടായില്ല, നേരത്തെ ഹാൻഡ്. അപ്പൊ എന്താ മോള് ചെയ്യാ? നമുക്കിപ്പോ സ്റ്റക്കായി, നെറ്റ് പോയതാ. അതാണ് പ്രശ്നം. വൈഫൈ. അടുത്താണ് റിഷിത. ഹായ് റിഷിത. ഗുഡ് ഈവനിങ് മോളു. ഡൗട്ട് ആണോ മോളെ? ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട. നമ്മളിവിടെ കിട്ടി. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ.
നമ്മളൊരു 5 or 6 ക്ലാസ് നമ്മുടെ ബേസിക് ക്ലാസ് പോയിട്ടുണ്ട് മോളു. അപ്പോ മോള് ക്ലാസ് ലേറ്റ് ആയിട്ട് കയറിയെങ്കിൽ നമ്മൾ ക്ലാസ് ഒന്ന് വാങ്ങിച്ച് കാണാം. ഓക്കെ, എന്നിട്ട് മോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പേടിക്കണ്ട. ക്ലാസ് ടീച്ചർ ത്രൂ ചോദിക്കണം. ഇല്ല, ക്ലിയർ ചെയ്യാട്ടോ. ഇപ്പൊ ഡൗട്ട് വന്നാലും മോള് ചോദിച്ചോളൂ, ക്ലിയർ ചെയ്യാം. ഓക്കെ. ഋഷിത, എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഋഷിതയുടെ പേര് പെട്ടെന്ന് എനിക്കുണ്ടോ പുതിയൊരു പേര്, റിഷ്ത. ഓക്കെ, ഋഷിത എന്നാണോ റിഷ്ത എന്നാണോ? ഋഷിത. ഓക്കെ. റിഷ്ത എന്ന് പറഞ്ഞ ഹിന്ദിയിൽ അർത്ഥം ബന്ധം എന്നാണ് കേട്ടോ, റിലേഷൻ അങ്ങനെ. ഓക്കെ, യെസ്. സനൂഫ ഡൗട്ട് ആൻസർ പറയാനാന്ന് തോന്നുന്നു സനൂഫ അല്ലെ? ആ, ഓക്കെ. ഫസ്റ്റ് വേർഡ് ഏതാ? എഴുതി കാണിച്ചു തരോ ടീച്ചർക്ക്? വേഗം എഴുതിയിട്ട് പേപ്പറിൽ കാണിച്ചു നോക്കട്ടെ. സ്കെൽട്ടൺ ഈസ് ഡാൻസിങ്. യാ, നിങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ സ്കെൽട്ടനെ കൂടെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നതാ. റെഡി അല്ലേ? നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആവുന്നില്ലേ സ്കെൽട്ടൺ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട്? വേഗം എഴുതി കാണിച്ചു തരൂ ഫസ്റ്റ് വേർഡ്. എല്ലാരും എഴുത്, എല്ലാരും ഇതൊന്ന് ഹിന്ദിയിലേക്ക് എല്ലാരും എഴുതാം, എല്ലാ വേർഡ്സും. 5 minutes നമുക്കുള്ളൂ, എഴുതാം. യെസ്, അനുഫ കുട്ടി എഴുതിയോ നോക്കട്ടെ? യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്. എഴുതി കഴിഞ്ഞോ? 5 മിനിറ്റിന് എഴുതാൻ കഴിയാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞോ? എന്നിട്ട് ഞാനിവിടെ ആൻസേഴ്സ് കാണിക്കും, കറക്റ്റ് ആണോന്ന് നോക്കണം. Finished, Abhiraj. Very good. Look at Aaron. What Aaron? Miss your favorite food ഏതാ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടം. എന്നെ കണ്ടാൽ മനസ്സിലാവില്ല ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന്. യെസ് മിസ്, മൈ ആൻസർ കണ്ടോ? അൽസയുടെ ആൻസർ ടീച്ചർ. സർ അൽസയുടെ ആൻസർ ഒന്ന് കാണിച്ചു സർ. ഐ ആം ഫിനിഷ്ഡ്. അനശ്വരയുടെയും കഴിഞ്ഞു. ഓക്കെ, അൻസ ആണ്. ഓക്കെ, എല്ലാവരും കാണിക്കും. ഓക്കെ, എല്ലാവരും കാണുമ്പോൾ ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ കാണാം, അടുത്തല്ലാത്തതുകൊണ്ട് അത്ര കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ആൻസേഴ്സ് എഴുതി കാണിക്കാം, കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഇട്ട് പോവാ, അല്ലാത്തത് എന്താ ചെയ്യാം, റോങ് തന്നെ ഇടാം കേട്ടോ. കള്ളത്തരം കാണിക്കരുത്. നല്ല കുട്ടികളായിട്ട് കറക്റ്റ് ആയിട്ടുള്ള വാലുവേഷൻ ചെയ്യാം. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തന്നെ വാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിട്ട് തന്നെ ചെയ്യാം. ഫസ്റ്റ് വൺ ഓൾറെഡി സനൂഫ അവിടെ എഴുതി കാണിച്ചു. പക്ഷെ ടീച്ചർ ഇവിടെ ഒന്ന് കാണിച്ചത് എങ്ങനെയാണെന്ന്. കുറച്ച് പതുക്കെയാണെന്ന് തോന്നുന്നു സർ, നോക്കട്ടെ. നോക്കട്ടെ, കളർ മാറുന്നില്ല. ഒരു സെക്കൻഡ് നോക്കളെ, പെണ്ണൊന്ന് വർക്ക് ആവാനുള്ള ഒരു സെക്കൻഡ്. സമയമായോ? 3 മിനിറ്റ് കൂടി ഉണ്ടല്ലേ. 7:27 അല്ലായിരിക്കുന്നേ. പോയി പോരട്ടെ, വരും 7:28. ഞാനിവിടെ ആൻസേഴ്സ് എഴുതി കാണിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല. അതന്നെ വരും. ഇപ്പൊ കാണിച്ചു. എനിക്ക് പ്രെയർ ഉണ്ടേ. അച്ചോ, ഇതിപ്പോ വേണം ടീച്ചർ. ഓക്കെ,
ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഈ പറഞ്ഞ ക്ലാസ് ഇതൊക്കെ പഠിച്ച് സെറ്റായിട്ട് വേണം നമുക്ക് നമ്മുടെ പുതിയ ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നമുക്ക് ഖുദ് സേ പ്യാർ, നമുക്ക് സ്വന്തം നമ്മളോട് ഇഷ്ടം, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാം, നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം എന്നൊരു ചാപ്റ്ററോട് കൂടി ഒരു കൺസെപ്റ്റോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഓക്കെ സർ കാണാൻ പറ്റുന്നോ ഞാൻ എഴുതണത്? ഓക്കെ, ഇതുകൊണ്ട് തന്നെ എഴുതാം. നീ കളർ ചേഞ്ച് ചെയ്യാൻ റെഡ് കൊണ്ട് തന്നെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ നൽ മീനിങ്. നൽ എന്ന് പറഞ്ഞാൽ ടാപ്പ് എന്നാണ് കേട്ടോ അർത്ഥം. നൽ എന്ന് പറഞ്ഞാൽ ടാപ്പ് ആണ് അർത്ഥം. നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാപ്പ് വെള്ളം വരുന്ന പൈപ്പിനെ പറയുന്നതാണ് കേട്ടോ നല്ല്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താ? രാമു. രാമു എങ്ങനെ എഴുതാ? രാ മാടെ അടിയിൽ എങ്ങനെ വരാ? ചെറിയ ഉ, രാമു. കണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ? ടീച്ചർ ഫാസ്റ്റ്. ഓക്കെ ഓക്കെ, കഹാനി. കഹാനി കറക്റ്റ് ആണോ? കഹാനി കറക്റ്റ് ആണോ? ശരിയാണോ? തെറ്റിച്ചാണെങ്കിലും ഓക്കെ. നെക്സ്റ്റ് എന്താ? കവിത. ക വാ എഴുതി, വാടെ ഇടത്തേക്കാണ് ഈടെ ചിഹ്നം കണ്ടോ. പിന്നെ ത ആ ടെ ചിഹ്നം, കവിത. കണ്ടോ? ഇങ്ങനെയാണ് കവിത എന്ന് എഴുതാം. നെക്സ്റ്റ് അടുത്തത് ബഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് മലയാളം അല്ലല്ലോ മാം. ഫസ്റ്റ് മലയാളം ആ അല്ലല്ലോ. ആ ഇല്ലല്ലോ. ഇല്ല ഇല്ല, മലയാളത്തിലെ ഫസ്റ്റ് ആ എന്ന് പറഞ്ഞൊരു അക്ഷരമില്ല കേട്ടോ. ആക്കി ചിഹ്നം ഇല്ല. ഓക്കെ, പ്രേയറിന്റെ ഓക്കെ ഓക്കെ ലിഡിയ ലിഡിയ ഓക്കെ യെസ്. അപ്പോ ഐ തിങ്ക് ഓക്കെ സർ, സമയം കഴിഞ്ഞു സർ. No, ma'am. Carry on. We have 8. Next class is 8 or 8. No issue. കവിത വള്ളി മാറിപ്പോയി ശ്രീലക്ഷ്മിയുടെ. ഓക്കെ, മിസ്സിന്റെ സോഷ്യൽ സയൻസ് ഇല്ലേ? സോഷ്യൽ സയൻസ് ഉണ്ട്, പക്ഷെ സോഷ്യൽ സയൻസ് ബേസിക് ക്ലാസ് ഇല്ലല്ലോ, അതാണ് കേട്ടോ. അതാണ് സോഷ്യൽ ടീച്ചറെ കാണാത്ത, അതുകൊണ്ടാണ് കേട്ടോ. അതല്ല മിസ് ലീവ് ചെയ്തോട്ടെ. ഡിപ്പ് ചെയ്യാന്ന്, ഡിപ്പ് ചെയ്യാം സർ. ഇവിടെ നിന്ന് PPT പോയേട്ടോ. Okay, ma'am. Okay. Yes, ma'am. Okay. Okay. മീര. രാഖി അടിയിൽ ഇവിടെ ഒരു ഇതില്ല അല്ലെ? യെസ് ടീച്ചർ, ഇവിടെ ഇതിട്ടു കേട്ടോ. നമ്മൾ മീരാന്ന് ഇടുമ്പോ ശരിക്കും ഇവിടെ ഒരു ചിഹ്നം ഇടേണ്ടതാണ് മീരാന്ന് കേട്ടോ. സോറി, അതായിരിക്കും അനു എന്നോട് ചോദിച്ചത്. രാമു. നിങ്ങളത് കറക്റ്റ് വെറുതെ മീ ര മാത്രം ഇട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഇവിടെ ഇട്ടിരുന്നത് മീര മാത്രമാണ്, ചിഹ്നം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ വെറും ര മാത്രം ഇട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ ഇവിടെ ചിഹ്നം ഇട്ടാത്ത കാരണം. ഓക്കെ, നെക്സ്റ്റ് കഹാനി. പിന്നെന്താ? കവിത.
സൂരജ് എങ്ങനെയാ? സൂരജ് കണ്ടോ? പിന്നെന്താ? ആസ്മാൻ. ആസ്മാൻ. ഓക്കെ, എല്ലാരും കറക്റ്റ് ചെയ്താ? എന്റെ ഫുൾ കറക്റ്റ് ആണ് സിദ്ധാർത്ഥ്. വെരി ഗുഡ്. ലക്ഷ്മിയും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഓക്കെ ആണോ? ഓൾ ആർ കറക്റ്റ് എന്ന് പറയുന്നത് കുറെ പേര്. ഓക്കെ, വെരി ഗുഡ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ അടിപൊളി ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യുന്നത് വരെ ടീച്ചർ അയ്യോ എനിക്ക് താങ്ക് യു സ്ലൈഡ് ഇട്ട് തരും സർ. ഇതെന്താണ് സൈസ് ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നു. ഓക്കെ, സോ അപ്പോ 5, 6 goodbye, see you soon, love you, have a night. ഓക്കെ, യെസ് അല്ല. അപ്പൊ എല്ലാവർക്കും ടീച്ചർ ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു, ബൈ. താങ്ക് യു സ്ലൈഡ് അവിടെ പോയി. താങ്ക് യു.